شيخنا. بسم الله والحمد لله والصلاة والسلام على نبينا محمد صلى الله عليه وعلى آله وصحبه وسلم. تحدثنا في دروس ماضية عن صفتي الهمز وقلنا ضدها الجهر وانتهينا من ذلك. نبدأ اليوم بإذن الله تعالى في تعريف جديد لحروف الشدة. لحروف الشدة. الشدة لغة القوة، رجل شديد أي قوي، حرف شديد أي قوي. اصطلاحا انحباس الصوت عند النطق بالحرف لكمال قوة الاعتماد عليه في المخرج. فإذا سئلت يا عبد الله عن معنى الحرف الشديد اصطلاحا تقول ينحبس الصوت. طبعا أي صوت لابد أن يكون معه نفس، ولكن الأصل هنا أن الصوت ينحبس عند النطق حتى يعطي قوة في المخرج لهذا الحرف. فالحروف الشديدة ينحبس معها الصوت. حروفها 8 هي أجد، قطن، بكت، فجمعت في هذا البيت. وكذلك قالوا لابد أن نجرب تجربة عملية حتى نبين الحرف. قالوا تسكنه وتخف عليه عندما تقول أ أد. لا نأتي بالقلقلة هنا، نحن نأتي بطريقة تدريبية للصوت، لا نتكلم عن القلقلة الآن. نقول أ أد. هل الصوت هناك صوت مع انقطاع، فانقطع الصوت فيعطينا الشدة في هذا الحرف. تخيل لو أننا جمعنا صفة أخرى مع الجيم، نقول أج أج، أصبح حروف القلقلة يأتي معها الصوت. يعني بعض القراء يقرؤون يقول الحق، هو قلقل ولكن لا يأتي بانحباس الصوت، يقول الحق. هذا هو الصحيح، لابد أن يأتي بصوت مع القلقلة فيكون الحرف شديد وقوي لأن الصوت ينحبس فيه. كذلك يتدرب على باقي الحروف، الدال والقاف والطاء والباء والكاف والتاء. حروف الشدة قد يجتمع معها انحباس في الجريان، هي الكاف والتاء، فيهما همس وفيهما شدة، فيهما همس وفيهما شدة، فينقطع معها الصوت وكذلك يجري معها النفس عند الوقوف عليها. أعلق ولا أتكلم شيخ؟ خلاص أعلق خلني يلا ترجم. ومع ذلك يا شيخ يعني هي مجتمع، حروف القلقلة كلها مجتمعة في حروف الشدة، ومع ذلك الهمزة والكاف والتاء ثلاث حروف غير مقلقلة. نحن عندما نتكلم عن علم الصفات لابد أن نركز في الصفة التي لها ضد والصفة التي ليس لها ضد، لا نأتي بالصفة الأخرى لأن القلقلة لم يدرسونها. نحن الآن ندرس الصفات التي ولكن أنا أعرج تعريجا بسيطا حتى يعلم أنها تدخل تبعا لحروف القلقلة، ولكن الصحيح في الشرح أن نتكلم فقط عن الصفة التي لها ضد والصفة التي ليس لها ضد. فنعلق على الكاف والتاء لما فيهما من همس في الكاف والتاء وفيهما شدة ونطبق ذلك عمليا. أما لو أدخلنا القلقلة هو لم يعرف القلقلة ولكن نأتي بها تعريجا فقط. طيب بارك الله فيك. سعادة المعالي، بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിപരീതങ്ങളായ രണ്ട് സിഫത്തുകളായ അൽ ഹംസ് വൽ ജഹർ എന്നീ രണ്ട് സിഫത്തുകളെ കുറിച്ചാണ് വിശദീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നാം മനസ്സിലാക്കുകയും അതിന്റെ അക്ഷരങ്ങളും നാം അറിയുകയും ചെയ്തു, പരിശീലിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റ് രണ്ട് സിഫത്തുകൾ, വിപരീതങ്ങളായ രണ്ട് സിഫത്തുകളാണ് അശ്ശിദ്ദ എന്ന സിഫത്തും അതിന്റെ വിപരീതമായ റഖാവ എന്ന സിഫത്തും. വിപരീതങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഷിദ്ദ എന്നതിനെ കുറിച്ച് പറയാം. അശ്ശിദ്ദ എന്ന് പറയുമ്പോൾ ഭാഷയിൽ അതിന് അർത്ഥം കൽപ്പിക്കപ്പെടുക അൽ ഖുവ്വ, ശക്തി, കാഠിന്യം എന്നാണ്. ഷദീദ്, ഷദീദ് എന്ന് പറഞ്ഞാൽ ഖവി എന്ന അതേ അർത്ഥം തന്നെയാണ്. ഷദീദായ ഒരാൾ, റജുലുൻ ഷദീദ് എന്ന് പറഞ്ഞാൽ റജുലുൻ ഖവി എന്ന അർത്ഥത്തിൽ സങ്കല്പിക്കും. അപ്പോ ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുവ്വത്ത് എന്ന് തന്നെ, കാഠിന്യം, കടുപ്പം എന്നൊക്കെയാണ് ഭാഷയിലോ. എന്നാൽ എന്താണ് തജ്വീദിൽ സാങ്കേതികമായി ഷിദ്ദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഹിബാസു സ്വൗതി ഇൻദ നുത്ഖി ബിൽ ഹർഫി, ഇൻഹിബാസു സ്വൗതി മഖ്റജ്. അതായത് ഈ അക്ഷരങ്ങൾ, ഷിദ്ദത്തിന്റെ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോഴുള്ള ശബ്ദത്തിന്റെ മഖ്റജിൽ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ, അതിൽ പിടിച്ചു വെക്കപ്പെടുന്നു, ബന്ധിതമാകുന്നു.
ഇൻഹിബാസ് എന്ന് പറഞ്ഞ ബന്ധിതമാവുക. അതാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, അതായത് ഷിദ്ദത്തിന്റെ ഹർഫുകളെ ഉച്ചരിക്കുമ്പോൾ ആ ശബ്ദം മഖ്റജിൽ ബന്ധിക്കപ്പെടുന്നു, ബന്ധിതമായി തീരുന്നു. ഇതാണ് ഷിദ്ദ കൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അക്ഷരങ്ങളാവട്ടെ 8 എണ്ണമാണ്. അജീദ്, ഖാത്തിൻ, ബക്കത്ത്. അജീദ്, ഖാത്തിൻ, ബക്കത്ത്. ഇതിൽ അധിക അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ കൽക്കലയുടെ എല്ലാ അക്ഷരങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കൽക്കലയെ കുറിച്ച് സംസാരിക്കുന്നില്ല, കാരണം അത് വരാനുള്ള മറ്റൊരു സിഫത്താണ് സ്വതന്ത്രമായ സിഫത്ത്. ഇവിടെ വിപരീതങ്ങളായ സിഫത്തുകളെ കുറിച്ചാണുള്ള സംസാരം. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ നൽകി ഉച്ചരിക്കുമ്പോഴാണ് അതിന്റെ ഷിദ്ദത്ത് എന്താണെന്ന് നമുക്ക് വ്യക്തമാകുക. കൂടാതെ സാന്ദർഭികമായ മറ്റൊരു കാര്യം അറിയേണ്ടത്, ഇതിൽ ഖാഫും താഉം ഇവ രണ്ടും ഹംസ് കൂടിയുള്ള അക്ഷരങ്ങളാണ്. ഹംസിന്റെ അക്ഷരങ്ങളിൽ പെട്ടതുമാണ് ഖാഫ്, താ. ഹംസ് എന്ന് പറഞ്ഞാൽ ജറയാൻ നഫസാണ്, അതായത് ശ്വാസത്തിന്റെ ഒഴുക്കാണ്, കാറ്റിന്റെ ഒഴുക്ക് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ. അപ്പൊ ഈ രണ്ട് സിഫത്തുകളും വൈപരീത്യങ്ങളുള്ള, അതായത് ഷിദ്ദത്ത് എന്ന് പറയുമ്പോൾ അതിൽ ബന്ധിതമാവണം ശബ്ദം, മറ്റത് കാറ്റിന്റെ ഒഴുക്ക്. അപ്പൊ ഇവ രണ്ടും കൂടി ഒരുമിച്ച് ചേരുന്ന അക്ഷരങ്ങളാണ് ഖാഫും താഉം. അതിന്റെ ഉദാഹരണം ഉച്ചരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവും. ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറയും. തഫضل يا أستاذ. هناك في حد يتكلم ملحوظة. هذه الملحوظة يعني نقول فيها طبعا جريان النفس يكون بعد انغلاق المخرج، يكون بعد انغلاق المخرج عشان الأمر يكون واضح. سميت بحروف الشدة، سميت هذه الحروف بالشديدة لماذا؟ قالوا لاشتداد الحرف في مخرجه، يكون شديد في المخرج حتى لا يجري معه الصوت. طالما انه شديد في المخرج فلا يخرج معه الايه؟ الصوت. الا ترى انك تقول في الحرف الشديد، وطبقنا ذلك عمليا، اد 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 بدون قلقله، اد انقطع معه الايه؟ الصوت، فهو شديد في المخرج. كلمه اط 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 هكذا، فلا يجري الصوت في الجيم والطاء وبقيه الاحرف كذلك، ولذلك سميت شديده. فالحروف الشديده قالوا حقها هو انحباس الصوت. طب هو ما مستحق هذه الحروف؟ كل حرف لابد ان يكون له حق وله مستحق. فقلنا حق هذا الحرف ينحبس فيه الصوت. طب وما مستحقه؟ قالوا يكون زمنه قصير، يكون زمن هذا الحرف قصير. عندما تقول أد خلاص قطعت الصوت، فزمنه قصير، وهذا المستحق لهذا الحرف. وقالوا كذلك أن حروف الشدة متفاوتة في القوة. فالطاء مثلا جمعت بين عدة صفات، ففيها الإلقاء جهر، وفيها الاستعلاء، وفيها الإطباق، وفيها انحباس الصوت يعني شديدة. فهي في غاية القوة، في غاية القوة. فوضع العلماء التجويد قاعدة، قالوا صفات الحرف تكون قوية على حسب جمع صفاته من الصفات التي لها ضد والصفات التي ليس لها ضد. صفات القوة تكون قوته، وعلى قدر ما فيه من صفات الضعف يكون ضعفه. على قدر ما فيها من صفات القوة تكون قوته، وعلى قدر ما فيها من صفات الضعف يكون ضعفه. علق يا شيخ عشان അക്ഷരങ്ങൾ അതിന്റെ മഖ്റജുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കടുപ്പത്തോടു കൂടിയാണ് അവ ഉച്ചരിക്കപ്പെടുന്നത്. അത് മഖ്റജ് തന്നെ പിടിച്ചു വെക്കപ്പെടുന്നു. ശബ്ദത്തിന് മറ്റൊരു മഖ്റജിലേക്ക് എത്തുന്ന വിധത്തിലുള്ള ഒരു ചലനമില്ലാത്തത് കൊണ്ടാണ് ഈ സിഫത്ത് ഇവക്ക് നൽകപ്പെടുന്നത്. ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ നൽകി ഉച്ചരിക്കുമ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൽക്കല എന്ന ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. എന്നാൽ കൽക്കലയുടെ അക്ഷരങ്ങൾ ഇതിലുണ്ട്. അവക്ക് പോലും സുക്കൂൻ നൽകി അതിന്റെ ആ ഒതുക്കൽ, ആ കാഠിന്യം, ആ കടുപ്പം അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ അത് പരിശീലിക്കേണ്ടത്. അജ് 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 എന്ന് പറയുമ്പോ മഖ്റജിൽ അതിനെ ഒതുക്കി നിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവയെല്ലാം ഈ ഷിദ്ദത്തിൽ ഏറ്റപ്പറ്റ് വരുത്തുന്നു. അതായത് ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ കടുപ്പമേറിയതായിരിക്കും. ഏറ്റവും കടുപ്പമുള്ള അഖ്വയായ ഹർഫാണ് ത്വാ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്?
അതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് സിഫത്തുകൾ ഒരുമിച്ച് ചേരുന്നുണ്ട്. അത് തന്നെ കൂടുതലും ഖുവ്വത്തിന്റെ സിഫത്തുകളാണ്. അപ്പോൾ ഖുവ്വത്തിന്റെ സിഫത്തുകൾ അക്ഷരത്തിൽ ഒരുമിച്ച് ചേരുന്നതിനനുസരിച്ച് ആ അക്ഷരം അഖ്വയായി മാറും. മറ്റക്ഷരങ്ങളെ അനുസരിച്ചുകൊണ്ട് അതിന്റെ ഖുവ്വത്തിലും അത് മേലെ നിൽക്കും. എന്നാൽ ദഈഫായ മറ്റക്ഷരങ്ങൾ ദുഅഫിന്റെ സിഫത്തുകൾ ഒരുമിച്ച് ചേരുന്നതിനനുസരിച്ച് അത് അദ്വാഫായിട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഇവിടെ ഈ 8 അക്ഷരങ്ങളിലും ഒരേ രൂപത്തിലല്ല ഷിദ്ദത്ത് പരിഗണിക്കേണ്ടത്. ഷിദ്ദ എന്ന ഈ സിഫത്തിനെ പരിഗണിക്കേണ്ടത് ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ ഷിദ്ദത്തുള്ളതാവും. എന്നാൽ മറ്റൊന്ന് അടുത്ത അക്ഷരം അത്ര തന്നെ ഷിദ്ദത്തില്ലാത്തതായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഏറ്റവും അക്വയായ അക്ഷരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടിയാണ് ത്വാ. ഇതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇഖ്ലാബിന്റെ അക്ഷരങ്ങൾ മുഴുവനും ഈ ശുദ്ധയിൽ വരൂലേ? ഖൽഖലത്തിന്റെ അക്ഷരങ്ങൾ മുഴുവനും വിശുദ്ധത്തിൽ വരുന്നുണ്ട്. അതെ, അതിലേക്ക് നമ്മൾ പ്രവേശിക്കും ഇൻഷാ അല്ലാഹ്. ഖൽഖല മറ്റൊരു സിഫത്താണ്, അതിന് വിപരീതമില്ലാത്ത ഒരു സിഫത്താണ് ഖൽഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതെങ്ങനെയാണെന്നതുള്ള പരിശീലനവും വിശദീകരണവും ഒക്കെ പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. എന്നാൽ അവയൊക്കെയും തന്നെ ശുദ്ധത്തിന്റെ അക്ഷരങ്ങളാണ്. ശുദ്ധത്തോടു കൂടിയാണ് അതിനെ ഉച്ചരിക്കേണ്ടത്. മഖ്റജിൽ അതിനെ ഒതുക്കി നിർത്തണം എന്നതാണ്. വേറെ എന്താണ് ഉദ്ദേശിച്ചത്? സംശയം വേറെ ഒന്നുണ്ടോ? വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഖൽഖലയുടെ 5 അക്ഷരങ്ങളും ഇതിലുണ്ട്. പിന്നെ അതിലേക്ക് ഹംസയും കാഫും താവുമാണ് കൂടുതലുള്ളത്. യുരീദൂന അൻ യഹ്ഫദുൽ ഹുറൂഫ് ബിസുഹൂല ഫയഖൂലൂന ഹാദിഹി കുല്ലുഹാ ഹുറൂഫുൽ ഖൽഖല زائد الهمزة والكاف والتاء. أليس كذلك يا شيخ؟ يجوز هكذا يعني؟ أجد قطن بكت. أجد قطن بكت سهلة. هم لو كتبوها كتابة يحفظونها بسهولة. وهذا لو قال وراك مرة أجد قاطن بكت سهلة جدا ليست صعبة. تمام. قطب جد والهمزة نعم، والكاف قطب والتاء. جد والهمزة والكاف والتاء بس نعم. هذا عشان يحفظونها هكذا يعني. لا انا شوف شيخ، انا اريدهم يعني اهم شيء عندي يعرف الصفه ويطبقها عمليا. مجرد التطبيق يحفظ الحروف خلاص. هذا اهم شيء. اهم شيء عندي ക്ലാസിന്റെ ലക്ഷ്യം തന്നെ, ഉസ്താദിന്റെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ തത്ബീഖാണ്. ഈ സിഫാത്തുകൾ മുഴുവൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സിഫാത്തുകളെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ് ഇതൊക്കെ. എന്നാൽ തന്നെ വീണ്ടും എന്താണ് ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്? وقت القراءة والتلاوة أنا سأسأل الطالب أقول له حرف الكاف هل فيه شدة ولا فيه الصفات التي سندرسها سأسألهم فيها بإذن الله. സൂചിപ്പിച്ചത് ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഇത് ഓത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ചോദിക്കപ്പെടും എന്നാണ്. അപ്പൊ ശുദ്ധത്തിന്റെ അക്ഷരങ്ങളെ ആണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇനി അടുത്ത പാരായണ സമയത്ത് എന്തെങ്കിലും സംശയം തോന്നി അല്ലെങ്കിൽ സാന്ദർഭികമായി ഉസ്താദ് ചോദിക്കും, ഈ കാഫിൽ എന്താണ് സിഫത്തുള്ളത്, നമ്മൾ പഠിച്ചിട്ടുള്ള സിഫത്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ഓർമ്മ വേണം. അത് നമ്മളെ പാരായണത്തിൽ നമ്മള് എന്താ പറയാ പ്രാക്ടിക്കലായിട്ട് വരണം. അതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോ അത് പ്രധാനമാണ്. ഇത് നമ്മൾ സിഫാത്ത് പഠിക്കുന്നതിലൂടെ ശരിയായ വിധത്തിൽ നമുക്കത് പരിശീലിക്കാൻ സാധിക്കണം, തെറ്റുകൂടാതെ ഓതാൻ സാധിക്കണം എന്നതാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി സൂചിപ്പിക്കും എന്നാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇങ്ങനെ ഓർക്കാവുന്നതാണ്. ഹുറൂഫുൽ ഖൽഖലയും അതിലേക്ക് ഹംസയും കാഫും താഉം. الآن عندنا تطبيق هذه الحروف. جزاك الله خير شيخ. ايوه تقصد اي حروف؟ قبل ان ينتهي الوقت يعني الحروف هذه كلها حروف الشدة. بس هكذا يطبقها، ياتي بها يعني يقف عليها ساكنه، يقول نعم. أد لا يتم قلقلة هنا، بس هنا تعليم يعني كيف ان الحرف نعم. شديد فيه صوت وليس فيه، لا ناتي بالقلقلة هنا. يقول أد نعم. أد يعني انقطع الصوت. أق نعم. أق أط أب أك أت. أتيت هنا بهمس، أتيت بحبس الصوت مع همس. في التاء كذلك. نعم. أت انقطع الصوت مع همس هكذا.
بس يطبق هذا عمليا، يعرف أن الصوت ينقطع عند الوقوف عليها نعم أو عند النطق بها. تمام. بارك الله ഇവിടെ فيك. സൂചിപ്പിച്ചത് ഈ അക്ഷരങ്ങളെ പരിശീലിക്കൽ നിർബന്ധമാണ്. നമ്മൾ സ്വന്തം ചെയ്തു നോക്കണം. ഇവക്കൊക്കെയും സുക്കൂന് കൊടുത്തുകൊണ്ട് നമ്മൾ സ്വയം പറഞ്ഞു നോക്കണം. അല്ലെങ്കിൽ ഇപ്പോ يعني شيخ محمد بس عشان حتى يتوضح، مثلا قرأنا اليوم كمثال عليهم دائرة السوء. شوف هنا الهمزة سكناها، وحرف الهمزة حرف شديد مجهور هكذا تمام. قلنا السوء انقطع الصوت لأنه حرف شديد، وقفنا عليه ولم نحركه ولأنه ليس حرفا مقلقلا. هكذا يتدرب الطالب. نعم. ഇന്ന് തന്നെ നമ്മൾ ഓതിയെടുത്ത് ഹംസ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്തല്ലോ. അവിടെ ശിദ്ദത്തോടു കൂടിയാണ് നിർത്തേണ്ടത്. എന്നാൽ ശബ്ദത്തെ ചലിപ്പിച്ച് കൽക്കല വരാതെ സൗ എന്ന് പറയരുത്. സൗ ശിദ്ദത്തോടു കൂടി നിർത്തണം. അതിൽ ജഹറുണ്ട്, ഷിദ്ദത്തുണ്ട്, ഈ ഖുവ്വത്തിന്റെ സിഫത്തുകളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് സൂക്ഷിച്ചുകൊണ്ട് അതന്നെ ഉദാഹരണമാണെന്ന് ഉസ്താദ് സൂചിപ്പിച്ചത്. ഹംസ പരിശീലിക്കാൻ സൗ എന്ന് വഖഫ് ചെയ്യുക. തീരെ ഹംസ കേൾപ്പിക്കാതെ സൗ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. അതാണ് സൂചിപ്പിച്ചത്. അപ്പൊ അതാണ് ഷിദ്ദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സാക്കിനായ ഹംസ ഇനി എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെയും ഇത് നമ്മൾ പരിഗണിക്കണം, ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക് സുക്കൂന് കൊടുത്തിട്ട് പറഞ്ഞു നോക്കുക. അജ് എന്ന് പറയുമ്പോൾ ജീമ് ശദീദായ അക്ഷരമാണ്. ഷിദ്ദത്ത് മാത്രം ഇപ്പൊ പരിഗണിച്ചാൽ മതി. കൽക്കല നമ്മൾ പിന്നീട് പറയും. അതുപോലെ അബ് എന്ന് പറയുമ്പോഴും അത്ത് എന്ന് പറയുമ്പോഴും അവ രണ്ടിലും ഷിദ്ദത്തിൽ നിന്ന് തുടങ്ങി ഹംസിൽ അവസാനിക്കണം. അതാണ് ഷിദ്ദത്തോടു കൂടി ആരംഭിച്ച് ഹംസ് എന്ന സിഫത്തിൽ അത് അവസാനിക്കുന്നു. അങ്ങനെയാണ് കാഫിന്റെയും തായിന്റെയും ഉച്ചാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവ സുക്കൂൻ കൊടുത്ത് ഉച്ചരിക്കുമ്പോൾ ആ രൂപത്തിലാണ് നമ്മള് تعليق بسيط جدا. عندما نقول مثلا كلمة أفتطمعون، الطاء هنا ما صفتها؟ تقول لي صفتها القلقلة. ولذلك الحرف الشديد حتى يكون لينا في النطق به، فالعلماء يقولون فتأتي صفة القلقلة حتى تسهره في النطق. فصفة القلقلة نخرج منها من صفة أخرى. يعني مثلا نقول لا يجوز أن تقول أفتطمعون، لأن الحرف أصله شديد وهو حرف الطاء، فكيف نفك هذه الشدة منه؟ بالقلقلة حتى يسهل النطق، نقول أفتطمعون. فإذا سألتك عن حرف الطاء في وسط الكلمة أو عند القلقلة نقول تغلبت عليها صفة القلقلة، فلا تقول هنا أن الحرف نعم هو أصله شديد ولكن فكت هذه الشدة بحرف القلقلة. واضح كلام شيخنا؟ نعم. وأحيانا يأتي الحرف غير مقلقل وتقول لي هذا حرف شديد. ولو سألتك عندما تقول أفتطمعون ما الصفة الموجودة؟ تقول لي صفة القلقلة. وأقول أصل هذا الحرف تقول أصله شديد ولكن فكت هذه الشدة بصفة القلقلة، وهكذا. ممتاز. ഇവിടെ കൽക്കലയുടെ അക്ഷരങ്ങളാകുമ്പോൾ അവ കൽക്കല എന്ന സിഫത്താണ് ഷിദ്ദത്തിനേക്കാളും ഉച്ചരിക്കപ്പെടുമ്പോൾ അത് മികച്ചു നിൽക്കുക. ഉദാഹരണമായി എന്ന പദം ഉച്ചരിക്കുമ്പോൾ അതിൽ ഷിദ്ദത്ത് അടിസ്ഥാനപരമായിട്ട് ആ അക്ഷരത്തിൽ ഉള്ളതാണ് തായിൽ. എന്നാൽ അതിനേക്കാളും മികച്ചു നിൽക്കുന്നത് അതിന്റെ കൽക്കല എന്ന സിഫത്താണ്. അതുകൊണ്ട് തന്നെ കൽക്കല ഷിദ്ദത്തിനെ അതിൽ നിന്നും ഊരിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഷിദ്ദത്ത് അതിൽ ഉണ്ട്, എന്നാൽ കൽക്കലയാണ് അവിടെ പ്രകടമായി നിൽക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വല്ലാതെ ഷിദ്ദത്ത് കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേകമായ രൂപത്തിൽ ഒരു കടുപ്പത്തോടു കൂടി അവിടെ ഉച്ചരിക്കേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ കൽക്കലയോടുകൂടി ആ അക്ഷരം ഉച്ചരിച്ചാൽ മതി. എന്ന കാര്യം അതുപോലെയാണ് മറ്റക്ഷരങ്ങൾ. أكمل إن شاء الله. الرخاوة. الرخاوة لغة هي اللين.
الرخاوة صفة ضد الرخاوة وكذلك التوسط، يعني نعم. ايش رايك نشرح في الدرس القادم ولا؟ يكون أفضل لأن في توسع شوية، هيكون في توسع شيئا. نعم ممتاز. وصلى اللهم على نبينا محمد وعلى آله وصحبه وسلم، وأسأل الله أن يوفقنا وإياكم لكل خير وأن ينفعنا بالقرآن. وأذكر إخواني في هذه الأيام المباركات الطيبات أن نقترف المعاصي والسيئات، فلا يظلم الإنسان فيها نفسه، فيجتهد في شهر رجب فيحصل فيه الخير حتى يكون مستعدا للدخول في رمضان. فأوصي نفسي وإخواني بكثرة الصيام وبكثرة التنفل وقيام الليل ومدارسة العلم ومدارسة القرآن، ويجتهد في تلاوة آيات الله استعدادا للدخول في شهر الفريضة إن شاء الله في شهر رمضان. جزاكم الله خير. والسلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.